കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ബിജു നായരെയും ഷംസുദ്ദീനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് രാധയെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികൾ കുറ്റസമ്മതം നടത്തുന്നു. മൊഴി രേഖപ്പെടുത്തലും മറ്റു നടപടികളും പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാത്രി 9:10. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഒരു സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ കേരളം ഞെട്ടി. ചൊവ്വാഴ്ച രാവിലെ തന്നെ വൻ മാധ്യമപ്പടയും വലിയ ജനക്കൂട്ടവും കൊണ്ട് ഓഫീസ് പരിസരം നിറഞ്ഞു. അതിനിടെ നിരവധി പേർ ഓഫീസിനകത്ത് കയറിയിറങ്ങി. അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവസ്ഥലം പൂട്ടി സീൽ ചെയ്യുക എന്ന പ്രാഥമിക കൃത്യനിർവഹണത്തിൽ പോലും പോലീസ് ഒട്ടും ജാഗ്രത കാട്ടിയില്ല. ഈ വീഴ്ചയും ചാനലുകൾ പുറത്തുവിട്ടതിനു ശേഷമാണ് ഓഫീസ് പോലീസ് നിയന്ത്രണത്തിലായത്. എന്നാൽ അടുത്ത ദിവസം ബുധനാഴ്ച ഉച്ചയോടുകൂടി തന്നെ ഓഫീസിന്റെ താക്കോൽ പോലീസ് തിരിച്ചേൽപ്പിച്ചു. തൊട്ടുടനെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗം ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ ഓഫീസിലെത്തി. ഇത് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണ നിലയിൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം പൂർത്തിയാകുന്നതുവരെയെങ്കിലും സംഭവസ്ഥലം പൂട്ടി സീൽ ചെയ്യുക എന്നതാണ് നടപ്പ് രീതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന പരാതി നിലനിൽക്കെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്ന സ്ഥലം വളരെ വേഗത്തിൽ പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വഴുതിമാറിയത്. പഴുതടച്ച അന്വേഷണമല്ല നടക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ജലീൽ പടന്ന, മീഡിയ 1.